ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഒരുപാട് ട്രേഡേഴ്സ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേരുടെ ഡൗട്ട്സുകൾ, ഒരുപാട് പേരുടെ വിഷമങ്ങൾ, ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം പല പല ഡൗട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെ, അവരെ ട്രേഡിങ്ങിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശരിക്കും നമുക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. ചില ആളുകളൊക്കെ നമ്മളെ നേരിട്ട് വിളിച്ചിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയാണ്, ഇന്നതുപോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ നമ്മൾ 3 നിയമങ്ങൾ പാലിക്കണം. 3 നിയമങ്ങൾ. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇവിടെ. ഒരുപാട് പേര് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് സ്വീകരിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു, നിങ്ങൾ നല്ലൊരു ട്രേഡറാണ്, നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നവരാണ്, നിങ്ങൾ നല്ലൊരു സക്സസ്ഫുൾ ട്രേഡറാണ് എങ്കിൽ നിങ്ങളത് വിട്ടുകളയുക, അത്രേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം, ചിലപ്പോൾ നിങ്ങൾക്കത് വേസ്റ്റ് ആയിട്ട് തോന്നാം. നിങ്ങൾ നിങ്ങളുടെ റൂളില് നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ ഒരിക്കലും ഇത് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ ട്രേഡിങ്ങിൽ ഒരുപാട് ലോസ് ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, ക്ഷമയില്ലാത്ത ആളുകൾ, ഒരുപാട് ഗ്രീഡി ഉള്ള ആളുകൾ, അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും അവർക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് ലാഭം ഉണ്ടാക്കാനാണ്. പക്ഷെ അവരുണ്ടാക്കുന്നത് നഷ്ടങ്ങളാണ്. എല്ലാവർക്കും കൂടുതലും നഷ്ടങ്ങളുടെ കഥകളാണ് പറയാനുള്ളത്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതും ക്ഷമയില്ലായ്മയും ഗ്രീഡിയും ഒക്കെയാണ്. എല്ലാവർക്കും അറിയാം. അപ്പൊ ഫസ്റ്റ് അവരവർ ചെയ്യേണ്ടത് അവരവരുടെ തെറ്റുകൾ, നമ്മുടെ സക്സസ് അല്ല, നമ്മുടെ തെറ്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു ലോസ് ഉണ്ടായത്, എന്ത് തെറ്റാണ് ഞാൻ അവിടെ ചെയ്തത്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്, അത് തീർച്ചയായും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ 1, 2, 3 ദിവസം സക്സസ് ആയി കഴിയുമ്പോൾ നമ്മൾ വലിയ ഒരു ട്രേഡറായി, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പി എന്നൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവരുത്. ആദ്യം അതിന് നമുക്ക് വേണ്ടത് ഒരു 1 ഇയർ പേഴ്സ്പെക്റ്റീവിൽ മാർക്കറ്റിനെ കാണുക എന്നുള്ളതാണ്. കുറഞ്ഞത് 1 കൊല്ലം ആ ലെവലിൽ നമ്മൾ മാർക്കറ്റിനെ കാണണം. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കണം. അതായത് എന്ത് ചെയ്യണം, നമ്മുടെ ക്യാപിറ്റൽ അത് എത്രയാണോ അതൊരു നോർമൽ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് എത്ര കിട്ടും, എത്ര ശതമാനം, 8% അല്ലെങ്കിൽ 7%, അതിൻ്റെ ഒരു 100% നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക മാർക്കറ്റിൽ നിന്ന് 1 വർഷം. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്, എനിക്ക് ബാങ്കിൽ ഇട്ടാൽ ഒരു സേഫ് ആയിട്ടുള്ള സെറ്റപ്പ് 8%, എന്നാൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് എൻ്റെ ക്യാപിറ്റൽ ഒരു 100% ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഒരു 50% കിട്ടിയാലും ഞാൻ ഹാപ്പി ആയിരിക്കുക. ഇനി ഈ ബാങ്കിൽ ഇട്ടതിൻ്റെ 1 ഇരട്ടിയേ എനിക്ക് കിട്ടിയുള്ളൂ, എന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കുക. ആ റേഞ്ചിൽ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ ആ രീതിയിൽ സെറ്റ് ചെയ്താൽ നമുക്ക് മാർക്കറ്റിന് നമ്മളെ തോൽപ്പിക്കാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ മാർക്കറ്റിൽ പരാജയപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിനോട് മത്സരിക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെടുകയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും, മനസ്സ് മടുത്ത് ഔട്ടായി പോകും. അപ്പം അതിനുവേണ്ടി നമ്മളൊരു 3 റൂള് പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് ലോസ് ഉണ്ടാക്കുന്നവർ, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ, ഒരുപാട് ഗ്രീഡി ഉള്ളവർ,
ഒരുപാട് പ്രോഫിറ്റ് കാണുമ്പോൾ ഇറങ്ങാൻ പറ്റാത്തവര്, ഒരുപാട് ലോസ് കാണുമ്പോൾ ഇറങ്ങാൻ പറ്റാത്തവര്, ഒരുപാട് ആവറേജ് ചെയ്ത് പൈസ കളയുന്നവര്, ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി കളയുന്നവര്, ഇവരൊക്കെ തീർച്ചയായും ഈ 3 റൂള് പാലിച്ചാൽ, ആ 3 റൂള് പാലിച്ച് നമ്മളൊരു 1 ഇയർ പെർസ്പെക്റ്റീവിൽ കുറഞ്ഞത് മാർക്കറ്റിനെ കണ്ടാൽ മാർക്കറ്റിൽ നിന്ന് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് ഉറപ്പാണ്. ആ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകളിലോ നല്ല നല്ല ETF ഫണ്ടുകളിലോ നല്ല നല്ല സ്റ്റോക്കുകളിലോ ഒരു SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫും നമുക്ക് അടിപൊളിയാക്കാം. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റും. എല്ലാത്തിനും നമുക്ക് വേണ്ടത് ക്ഷമയാണ്. അല്ലാതെ ഡെയിലി എനിക്ക് പ്രോഫിറ്റ് വേണം, ഡെയിലി ഒരു ലോസ് എനിക്ക് വരാൻ പാടില്ല, ലോസ് വന്നാൽ ഞാനത് നികത്തിയേ അടങ്ങും, അന്ന് തന്നെ എനിക്ക് നികത്തണം, മാർക്കറ്റിന്റെ കണ്ടീഷനൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവിടെ ഇവിടെ എല്ലാം കയറിയിട്ട് എന്ത് ചെയ്യും? ഞാൻ ട്രേഡ് എടുക്കും. ആദ്യം ഒരു ലോസ് ഉണ്ടാക്കും, ആ ലോസ് നികത്താൻ ഡബിൾ ആയിട്ട് എടുക്കും, പിന്നെ ത്രിബിൾ ആയിട്ട് എടുക്കും, പിന്നെ 10x എടുക്കും, 50x എടുക്കും, 100x എടുക്കും. അങ്ങനെ എൻ്റെ ക്യാപിറ്റല് തീരുമാനമാക്കി ഞാൻ അന്ന് സന്തോഷമായിട്ട് വീട്ടിൽ പോകും. ഇങ്ങനെയാണ് പല ട്രേഡർക്കും സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട്. പിന്നെ രാത്രി കിടക്കുമ്പോൾ പിന്നെ ഭയങ്കര വിഷമ. ആ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഇതൊന്നും ചിന്തിക്കുകയില്ല, എൻ്റെ ക്യാപിറ്റൽ പോകുന്നുണ്ടെന്നോ. അല്ല, ഇങ്ങനെയാ ചില ട്രേഡർമാർ ചിന്തിക്കുന്നത്. ഇങ്ങനെയാ, ഇത്രയും പൈസയും കൂടെ എൻ്റെ ഉണ്ട്, ഇതും കൂടി ഇട്ട് പോയാൽ അങ്ങോട്ട് പോട്ടെന്നേ, കിട്ടി അങ്ങ് കിട്ടണം, ആ ലെവലിലുള്ള കളിയാ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യാറ്? നഷ്ടം വന്നു കഴിയുമ്പോൾ വലിയ വലിയ തീരുമാനമൊക്കെ കൊടുക്കും. ഞാൻ ഒരു ട്രേഡ് ഒരു ദിവസം എടുക്കുകയുള്ളൂ, അത് ലാഭം വന്നാൽ ഞാൻ അങ്ങനെ എടുക്കുകയുള്ളൂ. ഒരു ലാഭമൊക്കെ, ഒരു ട്രേഡ് ചെയ്ത് ഒരു ലാഭമൊക്കെ കിട്ടി, കുറെ നേരം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നോക്കിയിരിക്കും. ഇതിൻ്റെ അകത്ത് നോക്കിയിരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുഴപ്പമില്ല, ഇതെനിക്ക് കിട്ടേണ്ട ട്രേഡാ, അല്ലെങ്കിൽ ഞാൻ 1-2 ദിവസം ഒന്ന് മടിക്കും ഇതൊന്ന് എടുക്കാൻ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ ട്രേഡ് സക്സസ് എടുത്തായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അങ്ങനെ നമ്മൾ ആ നിയമം അങ്ങ് മാറ്റിയിട്ട് 2-ാമത്തെ 3-ാമത്തെ ട്രേഡ് എടുക്കാനൊക്കെ നോക്കും. ചില ദിവസമൊക്കെ വിജയിക്കും, ചില ദിവസം പരാജയപ്പെടും. ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഡബിൾ ആയിട്ട് അങ്ങ് ക്യാപിറ്റലും കൂടെ പോകും. അപ്പൊ പിന്നെ വാശിയായി, ചേട്ടാ രാവിലെ പ്രോഫിറ്റ് കിട്ടിയതാ, നശിപ്പിച്ചു, ഒന്നുകൂടെ നോക്കാം, അല്ലെ അതിന്റെ ഡബിൾ ആയിട്ട് ചെയ്തു നോക്കാം, അല്ലെ ട്രിപ്പിൾ ആയിട്ട് ചെയ്തു നോക്കാം. ഇങ്ങനെ ചെയ്തു നോക്കി അങ്ങ് മനസ്സ് മടുത്താകെ പ്രാന്താവും. പക്ഷെ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയ ചിന്താഗതി ഒന്നും വരില്ല, പോയാ പോട്ടെ എന്നുള്ള ലെവലിലൊക്കെയാണ് ട്രേഡ് ചെയ്യുക. പക്ഷെ നൈറ്റിൽ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ നൈറ്റിൽ ആ മാർക്കറ്റ് കഴിഞ്ഞ് ഒരു 3:30-3:45 ആകുന്ന ടൈം തൊട്ട് മൈൻഡ് ഇങ്ങനെ പറയാൻ തുടങ്ങും, വേണ്ടായിരുന്നു, ഒന്ന് മാന്യമായിട്ട് ചെയ്താൽ. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ തെറ്റുകൾ എന്തൊക്കെയാണ്, നമുക്ക് ഇങ്ങനെ ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ലോസ് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെ ഞാൻ രാവിലെ ഇറങ്ങിയ ലോസ്, അല്ലെ രാവിലെ ഇറങ്ങിയ പ്രോഫിറ്റ് നിർത്തിയായിരുന്നെങ്കിൽ എനിക്ക് ഇത് കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു ലോസ് എനിക്ക് രാവിലെ വന്നു, ഞാൻ നാളെ നോക്കിയാൽ വന്നിരുന്നു, മാർക്കറ്റ് അവിടെ ഉണ്ട്, ആ മാർക്കറ്റ് അവിടെ ഉണ്ട്, ആ മാർക്കറ്റിൽ എനിക്ക് നാളെയോ നാളത്തെ കഴിഞ്ഞോ അതിന്റെ പിറ്റേ ദിവസവും എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയേനെ. ഞാനൊരു 1 ഇയർ പെർസ്പെക്റ്റീവിലാണ് മാർക്കറ്റിനെ കാണുന്നത്. ഒരു 1 ഇയർ കൊണ്ട് എനിക്ക് ഒരു 100% ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു 2 ഇയർ കൊണ്ട് എനിക്കൊരു 100% ഉണ്ടാക്കണം എന്റെ ക്യാപിറ്റലിന്റെ. അങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു, അല്ലെ അങ്ങനെ ചിന്തിച്ച് ഞാൻ മാർക്കറ്റിൽ വന്ന ആളാ. എന്ത് പറ്റി എനിക്ക്? ഈ ചിന്തയാ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും മാർക്കറ്റ് തുറക്കാൻ കാത്തിരിക്കുക, ഈ ചിന്തയൊക്കെ പോയി. രാവിലെ ഇന്നലെ പോയി പിടിക്കണം. ചിലപ്പോൾ അവിടുന്ന് കെട്ടിയുള്ള താലിമാലയോ ഒക്കെ പണയം വെക്കുവോ, വണ്ടി കൊണ്ടുപോയി ലോൺ വെക്കുവോ, എല്ലാം ചെയ്ത് കുറെ പൈസയായിട്ട് വരും, അല്ലെ ഒരാഴ്ച കഴിഞ്ഞൊന്ന് മാറി നിന്നിട്ട് കുറച്ച് പൈസയായിട്ട് വരും. പിന്നെ ഭയങ്കര നിയമങ്ങളാ, ഭയങ്കര റൂളാ. ഒരാഴ്ചയൊക്കെ റൂളൊക്കെ ആയി, അത്യാവശ്യം ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് സക്സസ് ആയി കഴിയുമ്പോൾ ഏട്ടാ കൊള്ളാലോ, പൊളിച്ചു ഞാൻ. ഈ ഒരു ലോട്ട് ഞാൻ എടുത്ത് കളിച്ചൊരു 10 ലോട്ടിനെ കളിച്ചായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ? എന്റെ ലോസ് അല്ല ഇങ്ങ് പൊളിച്ചടിക്ക് നികത്തി പോന്നേനെ. പിറ്റേ ദിവസം എടുത്തു 10 ലോട്ട്, അന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു, സന്തോഷമായി. ആ ഒരാഴ്ച ഉണ്ടാക്കിയത് മൊത്തം പോയി. അയ്യോ, എത്ര ടെൻഷൻ അടിച്ചു, എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയാ ഒറ്റ ദിവസം കൊണ്ട് പോയി. പിന്നെ വാശിയായി. പഴയതൊന്നും ആ 3:45 കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ആലോചിച്ച കാര്യമൊന്നും പിന്നെ ഓർമ്മയില്ല. പിന്നെ വാശിയാ, പണ്ടത്തേന്റെ പിന്നത്തേത് തകർത്തു വാരുവാണ് മാർക്കറ്റില്. അടിപൊളി ലോൺ എടുത്തതും വണ്ടി പണയം വെച്ചതും കെട്ടിയുള്ള താലിമാല പണയം വെച്ചതും എല്ലാം അങ്ങ് കൊണ്ടുപോയി തീരുമാനമാക്കി. പിന്നെ 3:45 കഴിയുമ്പോൾ എനിക്ക് ചിന്താഗതി വരും, തെറ്റുപറ്റി. ഇതാണ് മിക്ക ട്രേഡേഴ്സിനും, ഒരു 90% ട്രേഡേഴ്സിനും സംഭവിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു 3 റൂൾ. എന്നോട് സംസാരിക്കുന്നവരും, എന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നവരും, ടെലിഗ്രാമിൽ സംസാരിക്കുന്നവരും, വാട്സപ്പിൽ സംസാരിക്കുന്നവരും ഒക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് മൊത്തം. ഈ മുമ്പ് പറഞ്ഞത് മൊത്തം അവർ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ പോയിന്റുകളാണ്.
ആ പോയിന്റുകളാണ് ഞാൻ ഇവിടേക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ഇതൊന്ന് ചോദിച്ചു നോക്കുക, വ്യക്തമായിട്ട് കേട്ടിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങളാണ് ആ തെറ്റ് ചെയ്തത്, നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ വീഡിയോ മനസ്സിരുത്തി കേൾക്കുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയുടെ 3 റൂള് നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. ഏതൊക്കെയാണ് ആ 3 നിയമങ്ങൾ? നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട 3 നിയമങ്ങൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ ഇത് മൈൻഡ് ചെയ്യേ വേണ്ട. ഞാനീ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉള്ള ആൾക്കാരോടാണ്. നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡറാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡറാണ്. ഞാനൊരു ലോട്ട് ബേസ് ഒരു 15,000 രൂപ ക്യാപിറ്റലിൽ കളിക്കുന്ന ട്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ട്രേഡറോട് പറയാം. നിങ്ങൾ ചിന്തിക്കുക, ഒരു ഓപ്ഷൻ ട്രേഡറാണ്, ഒരു 15,000 രൂപ ക്യാപിറ്റൽ, ഒരു ലോട്ട്. അത് 10 ലോട്ട് എടുക്കുന്നവരുണ്ടാവും, 15 ലോട്ട് എടുക്കുന്നവരുണ്ടാവും, 20 ലോട്ട് എടുക്കുന്നവരുണ്ടാവും, 50 ലോട്ട് എടുക്കുന്നവരുണ്ടാവും, 100 ലോട്ട് എടുക്കുന്നവരുണ്ടാവും. പൊസിഷൻ സൈസിങ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ലോട്ട് എടുത്ത് കളിക്കുന്നയാള് 2 ലോട്ട് എപ്പോൾ എടുക്കാറാവുന്നോ അപ്പോഴേ 2 ലോട്ട് എടുത്ത് ചെയ്യാവുള്ളൂ. 3 ലോട്ട് എപ്പം കണ്ടിന്യൂസ് എനിക്ക് എടുക്കാൻ പറ്റുമോ അപ്പോഴാണ് ഞാൻ 3 ലോട്ട് എടുക്കാവുള്ളൂ. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്, പിന്നെ അറിയാണ്ട് ഞാൻ ആവർത്തിച്ച് പോകുന്നതാണ്. ഈ ഡൗട്ട്സുകൾ ഇങ്ങനെ കേട്ട് ഓരോരുത്തരുടെ വിഷമങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അറിയാണ്ട് പറയുകയാണ്. അപ്പൊ ഈ നിയമങ്ങൾ അതല്ല. പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്തു പറയുകയാണ്. മാർക്കറ്റിൽ നമുക്ക് വിജയിക്കണോ? പൊസിഷൻ സൈസിങ്. എനിക്ക് സഹിക്കാവുന്ന ലോസ്, എനിക്ക് വേണ്ട പ്രോഫിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് സഹിക്കാവുന്ന ലോസ് ആണ്. പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ സൈസിങ്ങിലൂടെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക, മനസ്സിലാക്കി ഇരിക്കുക തീർച്ചയായിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു 15,000 രൂപ ക്യാപിറ്റലിൽ അത് എത്ര ലോട്ട്, അത് 50,000 വെച്ച് ട്രേഡ് ചെയ്യുന്നവരോ 1 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുന്നവരോ 10 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുന്നവരോ ഒക്കെ അവർ ലോട്ട് സൈസ് കൂട്ടിയെടുക്കും. അവർ ആ പൊസിഷൻ സൈസിങ് അവർ എത്ര ലോട്ടാണോ എടുക്കുന്നത് ആ ലോട്ടിൽ തന്നെ തുടരുന്നു. ഇപ്പൊ ഞാൻ ഒരു ലോട്ടിന്റെ കാര്യം പറയാം. ഇപ്പൊ ഒരു ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാള് അവർ ഫസ്റ്റ് ഒരു ട്രേഡറാണ്, ഒരു ബിഗിനറാണ്. അപ്പൊ എന്ത് ചെയ്യണം അവരെന്ത് ചെയ്യണം? അവർ ചിലപ്പോൾ പല ഗ്രൂപ്പുകളിൽ നിന്ന് ടിപ്പുകൾ സ്വീകരിച്ചോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തോ ഒക്കെ ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ ഒരു ലോട്ട് എടുത്ത് മാക്സിമം ഒരു 1000 രൂപ പ്രോഫിറ്റിൽ ഇറങ്ങാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ ചെറിയ പ്രോഫിറ്റുകൾ എടുക്കാൻ എളുപ്പമാണ്. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക. അവനവന് റിസ്ക് റിവാർഡ് അനുസരിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് അവർ കീപ്പ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് എത്ര മേലേക്ക് പോയിക്കോട്ടെ, എത്ര ഓപ്ഷൻ, ചിലപ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് ഇറങ്ങിയ ചിലപ്പോൾ 10,000 20,000 ഒക്കെ പ്രോഫിറ്റ് ചിലപ്പോൾ വൈകുന്നേരമോ ചിലപ്പോൾ നമ്മൾ ഇറങ്ങി നിമിഷം കൊണ്ടൊക്കെ കാണിച്ചേക്കാം. നമ്മുടെ റൂൾ എന്താണ്? നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താണ്? നമ്മൾ ഒരു ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1000 രൂപയ്ക്ക് നമ്മൾ ഇറങ്ങും. അത് 10 ലോട്ട് എടുത്ത ആളാണെങ്കിൽ ചിലപ്പോൾ 10,000 രൂപ. അങ്ങനെ ചിന്തിച്ചു. ഒരു ലോട്ടിന്റെ കാര്യം ഞാൻ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ഒരു 2 3 4 പോട്ടെ ഒരു 6 മാസം ഞാൻ ട്രേഡ് ചെയ്യും. ആ ട്രേഡിങ് ജേണിയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എൻ്റെ തെറ്റുകൾ ഞാൻ എഴുതി വെക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എവിടെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും, ഞാൻ എടുക്കുന്ന ഓപ്ഷൻ ഏത് ലെവലിൽ പോയാലും ഞാൻ 1000 രൂപയ്ക്ക് ഇറങ്ങും. ഒരു 6 മാസം ഞാൻ ഇറങ്ങും. അങ്ങനെ നിങ്ങൾ ആ റൂള് ശീലിച്ചാൽ, ഒരു 6 മാസം ശീലിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലുകൾ മാറ്റാൻ പറ്റും. നിങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു 6 മാസം കൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ എടുക്കുന്ന പ്രോഫിറ്റ് അതാണ്. 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. 6 മാസം നമ്മൾ ഈ റൂള്, അത് എനിക്ക് എടുക്കാൻ പറ്റുന്ന ലെവല്, എനിക്ക് ഉദ്ദേശിക്കുന്ന നല്ലൊരു ക്ലാരിറ്റി, എനിക്ക് ഉദ്ദേശിക്കുന്ന കറക്റ്റ് ഒരു ലെവല്, എൻ്റെ ഒരു ബൈ റേഞ്ച് കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കൂ. എല്ലാ ദിവസവും എനിക്കിപ്പോൾ കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എനിക്ക് കിട്ടുന്ന ദിവസങ്ങൾ നല്ല ട്രെൻഡിങ് ആയ മാർക്കറ്റിൽ, അത് മാർക്കറ്റ് പൊട്ടുവോ അല്ലെങ്കിൽ മാർക്കറ്റ് ഹൈ ലെവൽ ബുള്ളിഷ് ആയിരിക്കുമോ ഒക്കെ ആയിക്കോട്ടെ, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് സൈഡ് വൈസ് ആകാണ്ടിരുന്നാൽ മാത്രം മതി. മാർക്കറ്റ് ഹൈ ബുള്ളിഷോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊട്ടുകയോ ചെയ്താൽ ഒരു ട്രേഡർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ എനിക്ക് നല്ല എൻട്രി, നല്ല സെറ്റപ്പ് കിട്ടിയിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ. ഒരു 6 മാസം ഞാൻ ഈ ലെവലിൽ ട്രേഡ് ചെയ്യും. ഞാൻ നല്ലൊരു പ്രോഫിറ്റ് ഈ ലെവലിൽ ജനറേറ്റ് ചെയ്യുന്നു. അത് ഒരു നിയമം, നിങ്ങൾ ഫസ്റ്റ് പാലിക്കേണ്ട നിയമം. ഒരു 6 മാസം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഞാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ റൂളിന്റെ 2ാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇനി 1000 രൂപ പ്രോഫിറ്റ് പോരാ, എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്, എനിക്ക് ആ പ്രോഫിറ്റ് വെച്ച് റിസ്ക് എടുക്കാം. ഞാൻ ഉണ്ടാക്കി ഇത്രയും നാൾ കൊണ്ട് 6 മാസം കൊണ്ട് ഉണ്ടാക്കിയൊരു പ്രോഫിറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമോ അല്ലെ ആ പ്രോഫിറ്റ് മുഴുവനോ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാം.
ഞാൻ പറയുക എപ്പോഴും ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം വെച്ച് റിസ്ക് എടുക്കാനാ പറയുക. അവരെന്ത് ചെയ്യണം? അവര് ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും നാൾ ഇറങ്ങിയ സേഫ് പ്ലെയർ അല്ലെങ്കിൽ സേഫ് ട്രേഡ് ഒരു 1000 രൂപ ആ റേഞ്ചിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് ഡയറക്റ്റ് കയറ്റിയിടുക. അതാണ് രണ്ടാമത്തെ നിയമം. ഒരു 6 മാസം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു ട്രേഡർ രണ്ടാമത്തെ റൂൾ ചെയ്യേണ്ടത്, 1000 രൂപ പോരാ എനിക്ക് ഒരു ലോട്ടിൽ നിന്ന്, അല്ലെങ്കിൽ 10 ലോട്ടിൽ എനിക്ക് 10,000 പോരാ, എനിക്ക് അതിന്റെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതിന്റെ ടാർഗറ്റ് എനിക്ക് എടുക്കാൻ പറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അത് എന്നാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 1000 രൂപ ഇത്രയും നാൾ ഞാൻ സേഫ് ആയിട്ട് ഇറങ്ങിയ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഇറങ്ങില്ല, പക്ഷെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ കയറ്റിയിടും. അതാണ് എൻ്റെ രണ്ടാമത്തെ റൂള്. ആ ലെവലിൽ ഞാനൊരു 6 മാസം ട്രേഡ് ചെയ്യും. ആ ലെവലിൽ ഞാനൊരു 6 മാസം, അതാണ് എൻ്റെ റൂള്. അല്ലാണ്ട് അവിടെ പിന്നെ ഞാൻ 1000-ന് ഇറങ്ങുന്ന പരിപാടിയില്ല, ഒരു ലോട്ടിൽ ഞാൻ 1000-ൽ ഇറങ്ങുന്ന പരിപാടിയില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ റൂൾ അതാണ്. ആ റൂൾ ഞാൻ പാലിക്കും. ആ റൂള് ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് എൻ്റെ മാക്സിമം പ്രോഫിറ്റ് ഞാൻ എടുക്കും. എവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നോ അവിടെ ഞാൻ നിർത്തും. അതാണ് എൻ്റെ രണ്ടാമത്തെ റൂള്. ഞാൻ എൻ്റെ സേഫ് ട്രേഡ് കഴിഞ്ഞ് അവിടെ ഇറങ്ങാണ്ട് സ്റ്റോപ്പ് ലോസ് തിരിച്ചു വന്നാൽ എനിക്ക് ലോസ് ഒന്നുമില്ല. ഞാൻ എൻ്റെ കോസ്റ്റിലാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ റൂള്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ റൂള്, ആ ലെവലിൽ ഞാനൊരു 6 മാസം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കും. പല കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ച് എൻ്റെ തെറ്റുകൾ ഞാൻ എഴുതി വെച്ച് അത് വാച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ നന്നായി പഠിക്കും. 1 ഇയർ ആയേ, നന്നായി പഠിച്ചു കഴിയുമ്പോൾ അതുപോലെ ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോഫിറ്റ് ഈ ലെവലിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോ, നമുക്ക് പറ്റും. നമുക്ക് ക്ഷമയും ഗ്രീഡിയും ഇല്ലെങ്കിൽ നമുക്ക് പറ്റും. നമ്മൾ ക്ഷമയില്ലെങ്കിലല്ല കേട്ടോ, ക്ഷമ വേണം, ഗ്രീഡി ഉണ്ടാവരുത്. നമുക്ക് പറ്റും. ഉറച്ചു ചിന്തിച്ചോ. അതിനുശേഷം ഈ 6 മാസവും കൂടെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ആയി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പഠിച്ചു. നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാ. നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എങ്ങനെയാ? ആദ്യം വണ്ടിയിലേക്ക് കയറിയിരുന്ന് ഞാനിങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടണം. അപ്പൊ എന്ത് പറ്റും? ഞാനിങ്ങനെ ക്ലച്ച് മുകളിലേക്ക് വിടണം. ഇങ്ങനെ എടുത്താലേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അല്ലെ ഞാൻ വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകാൻ ഞാൻ എങ്ങോട്ട് തിരിക്കണം, ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ ഞാൻ എങ്ങോട്ട് തിരിക്കണം. ഇതൊക്കെ ഞാൻ ആലോചിച്ച് ചിലപ്പോൾ രാത്രി ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങും, ഇങ്ങനെ ആലോചിച്ച്. എന്നാൽ എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എൻ്റെ തുടക്ക ടൈമുകളിൽ. അതേസമയം ഇപ്പം നിങ്ങൾ അങ്ങനെയാണോ വണ്ടി ഓടിക്കുക? ആണോ? അല്ല. നിങ്ങൾ അതിൽ എക്സ്പേർട്ടായി. നിങ്ങൾ അങ്ങ് വണ്ടിയെ കയറിയിരിക്കുന്നു, സ്റ്റാർട്ടാക്കുന്നു. ഇപ്പോൾ പുഷ് ബട്ടറൊക്കെ അങ്ങ് സ്റ്റാർട്ടാക്കി അങ്ങ് പോവുകയാണ്. ഓട്ടോമാറ്റിക് വണ്ടികളല്ല കേട്ടോ, നോർമൽ വണ്ടികളാണ് ഞാൻ പറയണേ. മാനുവൽ ഗിയർ. ചിന്തിച്ചു നോക്കി, നിങ്ങൾ പണ്ട് പഠിച്ച സമയത്തെ പോലെയാണോ ഇപ്പോൾ ഓടിക്കണേ? ആണോ? അല്ലെ ഞാൻ ബാക്കോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിക്കണം, വലത്തേക്ക് തിരിക്കണം, അല്ലെ ഇടത്തേക്ക് തിരിക്കണം, അല്ലെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആക്സിലേറ്റർ ചെയ്യുന്ന ഇങ്ങനെ കാലെടുത്തിട്ട് അല്ല കാല് ചവിട്ടിയിട്ട് ക്ലച്ച് ഇങ്ങനെ മെല്ലെ എടുക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ എടുക്കുന്നത്? ആണോ? അല്ല. അപ്പൊ ഈ 6 മാസം അല്ലെ 1 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു പഠനവും നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയ എക്സ്പേർട്ടും ആവും. നല്ല ആത്മാർത്ഥതയോടെ ഇത് ചെയ്യുന്നവൻ നല്ലൊരു എക്സ്പേർട്ടാവും. ഒരുപാട് കയറ്റിറക്കങ്ങളിൽ കൂടെ പലതും പഠിച്ച്, അനുഭവങ്ങളിലൂടെ പലതും പഠിച്ച്. പക്ഷെ എൻ്റെ നിയമം ഞാൻ തെറ്റിക്കരുത്. ഫസ്റ്റ് റൂൾ എന്താണ്, സെക്കൻഡ് റൂൾ എന്താണ്, അത് ഞാൻ തെറ്റിക്കരുത് എങ്ങോട്ട് പോയാലും. അപ്പൊ ആ ലെവലിൽ ഞാൻ രണ്ടാമത്തെ റൂൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത്യാവശ്യം നമ്മുടെ പ്രോഫിറ്റ് ഉള്ളപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാം. ചിലപ്പോൾ നമ്മൾ 100% നേടിയിട്ടുണ്ടാവും ഒരു 1 ഇയർ കൊണ്ട്. ചിലപ്പോൾ 50% ആയിരിക്കും, ചിലപ്പോൾ 25 ആയിരിക്കും. എന്നാലൊരു പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രോഫിറ്റ് വെച്ച് അടുത്ത റിസ്ക്, മൂന്നാമത്തെ റൂള് എന്താണ്? മൂന്നാമത്തെ റൂൾ എന്താണ്? ഇനി എനിക്ക് ഇച്ചിരി റിസ്ക് എടുക്കാം. അതായത് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിശ്ചിതമായൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിശ്ചിതമായൊരു പ്രോഫിറ്റ്, നിശ്ചിതമായൊരു ടാർഗറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് വേണം, അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് വേണം, അല്ലെങ്കിൽ തേർഡ് ടാർഗറ്റ് വേണം. നമ്മുടെ റിസ്ക് പോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. ആ റേഞ്ചിൽ എനിക്ക് റിസ്ക് എടുക്കാം. ആ ലെവലിലേക്ക് ഞാൻ എത്തി. അപ്പൊ ഈ മൂന്നിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നതെന്ന് ഒരു 6 മാസവും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 3 നിയമങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏത് നിയമം അനുസരിച്ച് ഞാൻ ട്രേഡ് ചെയ്തപ്പോഴാണ്, ഏത് നിയമം അനുസരിച്ച് ഞാൻ ട്രേഡ് ചെയ്തപ്പോഴാണോ, അത് ഫോളോ ചെയ്തപ്പോഴാണ്, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, എൻ്റെതായ നുറുങ്ങ് വിദ്യകളൊക്കെ ഇട്ട്, പൊടിപ്പും തൊങ്ങലൊക്കെ ഇട്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്തപ്പോഴാണ്, എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ പഠിച്ച് എങ്ങനെ ട്രേഡ് ചെയ്തപ്പോഴാണ്
എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 1.5 വർഷം കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിൽ ഫോളോ ചെയ്യും. നിങ്ങൾ അത് ഫോളോ ചെയ്യും. ഏത് നിയമമാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്, നിങ്ങൾ അത് ഫോളോ ചെയ്യും. ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് പേരോട് പേഴ്സണലായിട്ടും അല്ലാതെ ആയിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അതുപോലെ ഇപ്പോൾ ഒരു ഇച്ചിരി റിസ്ക് കുറഞ്ഞ സ്വിങ്, ഷോർട്ട് ടൈം ഒക്കെ ചെയ്യുന്നവർ അവരെന്ത് ചെയ്യണം? അതിലും പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊസിഷൻ സൈസിങ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ് അതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ ഒരു സ്റ്റോക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് എത്രയാണോ, ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് എത്രയാണോ, ആ ക്യാഷേ ഞാൻ ബാക്കി എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ഞാൻ 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകൾ 1 ലക്ഷം ഇടും, 500 രൂപയുടെ മേലെയുള്ള സ്റ്റോക്കുകൾ 50,000 ഇടുള്ളൂ, 1000ന്റെ മുകളിലേക്കുള്ള സ്റ്റോക്കുകൾ ഞാൻ 25,000 ഇടുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, 100 രൂപയുടെ താഴെ വിലയുള്ള ഒരു സ്റ്റോക്ക് 5% കയറിയാലും 1000 രൂപയുടെ മുകളിൽ വിലയുള്ള ഒരു സ്റ്റോക്ക് 5% കയറിയാലും ഒരേ സംഭവമാണ്. ചില ആൾക്കാർക്കുണ്ട് 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്ക് കയറിയാലും കുറെ അങ്ങ് മേടിക്കണം, എന്തോ വലിയ സംഭവം, അവർ അതിന്റെ സംഖ്യ വെച്ചൊക്കെയാണ് കണക്ക് കൂട്ടണേ. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊസിഷൻ സൈസിങ് പാലിക്കുക. രണ്ടാമത്തേത്, നിങ്ങളൊരു 5% പ്രോഫിറ്റ് വരുമ്പോൾ അത് ഒരിക്കലും ലോസിൽ വിടരുത്. എന്ത് ചെയ്യണം? അവർക്ക് മുഴുവനും വിൽക്കാം. മുഴുവനും വിറ്റ് കുറച്ചു നാൾ നമ്മൾ ആ റൂള്, ഒരു 6 മാസം ആ റൂളിൽ നമ്മൾ കൊണ്ടുപോയി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടാമത്തെ റൂള് പ്രയോഗിക്കാം. എന്താണ്? നമുക്ക് പകുതി വിൽക്കാം. പകുതി വിൽക്കുമ്പോൾ പകുതിയുടെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കുറച്ചുകൂടെ റിസ്ക് എടുക്കാം. പകുതിയുടെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി പകുതിക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ കയറ്റിയിടും. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് പല ഷോർട്ട് ടൈമും സിങ്ങും സ്റ്റോക്കുകളൊക്കെ 2, 3, 4 മാസം കൊണ്ടൊക്കെ 100-200% പോകുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അതെങ്ങനെ സംഭവിക്കുന്നതാ? ആളുകൾ എങ്ങനെ അതിന്റെ പ്രോഫിറ്റ് എടുക്കും? ഇങ്ങനെ ട്രയൽ ചെയ്ത്, അല്ലാണ്ട് ഏറ്റവും താഴെ പ്രൈസിൽ ഒരാൾ മേടിച്ച് ഏറ്റവും മുകളിൽ പ്രൈസിൽ കൊണ്ട് കൊടുക്കുന്നൊന്നും അല്ല. അവന്റെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ഇങ്ങനത്തെ നല്ല നല്ല റൂളുകൾ പാലിച്ച് മെല്ലെ ട്രയൽ ചെയ്ത് കൊണ്ടുപോയി പ്രോഫിറ്റ് എടുക്കുന്നതാണ്. അപ്പൊ റിസ്ക് ഇല്ല. കാരണം ഞാൻ പകുതി വിറ്റ് പകുതി പ്രോഫിറ്റ് എൻ്റെ ഉണ്ട്. താഴേക്ക് വന്നാൽ എനിക്ക് ലോസ് ഇല്ല. കാരണം ഞാൻ കോസ്റ്റിലാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇട്ടേക്കുവാ. മുകളിലേക്ക് പോയാൽ ഞാൻ ട്രയൽ ചെയ്ത് ഒരു 10% കയറി ഒരു 5% ഇടും, ഒരു 15% പോയ 10% ഇടും, ഒരു 25% പോയ ഒരു 20% ഇടും. ഇങ്ങനെ ഞാൻ ട്രയൽ ചെയ്ത് കൊണ്ടുപോകും. ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ആ ക്യാൻഡിൽ സ്റ്റിക്ക് ബേസിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടും. അല്ലാത്തവർ ഇങ്ങനെ ഒരു എളുപ്പമാർഗം യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു റേഞ്ച് ഒക്കെ പാലിച്ച് ആ രീതിയിൽ സ്വിംഗ് ട്രേഡോ ഷോർട്ട് ടൈമോ ചെയ്താൽ അതിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓപ്ഷനും ഇൻട്രാഡേയൊക്കെ സംബന്ധിച്ച് റിസ്ക് വളരെ കുറഞ്ഞൊരു മേഖലയാണ് സ്വിങ്ങും ഷോർട്ടും ഒക്കെ. എന്നാൽ അതിൽ ഇങ്ങനെയൊരു നിയമങ്ങളും കൂടെ നിങ്ങൾ പാലിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് അതും നമ്മളൊരു 1 ഇയറോ 2 ഇയറോ പെർസ്പെക്റ്റീവിൽ കാണണം. അല്ലാണ്ട് നമുക്ക് എന്നും പ്രോഫിറ്റ് ആയിരിക്കണം, എന്നും എനിക്ക് പ്രോഫിറ്റ് കിട്ടണം, ഞാൻ വിറ്റ് കഴിഞ്ഞ് ഈ സാധനം ഒട്ടും കയറി പോകാൻ പാടില്ല, എനിക്ക് ഏറ്റവും താഴെ പ്രൈസ് വാങ്ങാൻ പറ്റണം, എനിക്ക് ഏറ്റവും മേലെ പ്രൈസ് കൊടുക്കാൻ പറ്റണം, ഇതൊന്നും നടക്കുകയില്ല. മാർക്കറ്റിൽ ഇതൊന്നും നടക്കുകയില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ വെക്കുക. ഒരു സക്സസ്ഫുൾ ട്രേഡർ അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിൽ വെക്കുക. ഒരു സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ നിങ്ങളത് വിട്ടുകളയുക, ഈ വീഡിയോയെ വിട്ടുകളയുക. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ്. ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.